വിശുദ്ധ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 28-ാം തിരുവചനം. അവിടുന്നിൽ നാം ജീവിക്കുന്നു. എൻ്റെ ദൈവം ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ അടുത്താണ്. ഒരിക്കലൊരു കടൽമീൻ തൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എവിടെയാണ് ഈ കടൽ? ജനിച്ച അന്നു മുതലേ ഞാൻ കേൾക്കുന്നതാണ്, കടൽ വലുതാണ്, കടൽ മനോഹരമാണ്, ഒരു അത്ഭുതമാണ് എന്നൊക്കെ. പക്ഷേ ഞാൻ എല്ലായിടത്തും തിരഞ്ഞു, എവിടെയാണ് ഈ കടൽ? എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും എൻ്റെ പിതാവായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: എന്നിൽ നിന്നും ഒരുപാട് അകലെ വിരാജിക്കുന്ന, സ്ഥിതി ചെയ്യുന്ന, ഞാൻ ഉച്ചത്തിൽ വിളിച്ചാൽ മാത്രം കേൾക്കുന്ന, എന്നിൽ നിന്നും ഒത്തിരി ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു സംവിധാനം എന്നതുപോലെയാണ്. പക്ഷേ ഞാൻ എവിടെയാണ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെയല്ലേ ഞാൻ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ സ്ഥിതി ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ സങ്കല്പങ്ങളും, ഓരോ ചിന്തകളും, ഓരോ പോഷണങ്ങളും, ഓരോ നന്മകളും എല്ലാം സംഭവിക്കുന്നത് എൻ്റെ ദൈവത്തിലൂടെ തന്നെയല്ലേ? ഞാൻ ത്രിത്വേക ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ഗർഭപാത്രത്തിൽ വളരെ സുരക്ഷിതനായല്ലേ കഴിയുന്നത്? ഞാൻ അവൻ്റെ ഗർഭപാത്രത്തിലായിരിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും എത്രയോ അധികമായി എനിക്ക് നൽകാനായി അവന് സാധിക്കുന്നത്? ഒരു ഗർഭസ്ഥ ശിശുവിനെ തൻ്റെ അമ്മയെ നേരിട്ട് കാണുവാൻ സാധിക്കാത്തതുപോലെ ഞാൻ എൻ്റെ ദൈവത്തെ ഒരു കണ്ണാടിയിലെന്ന പോലെ ഇന്ന് അവ്യക്തമായി കാണുന്നു. ഒരു വാക്ക് എൻ്റെ അധരത്തിലെത്തും മുൻപ് തന്നെ എൻ്റെ കർത്താവ് അറിയുന്നു. കാരണം ഞാൻ അവൻ്റെ ഉള്ളിൽ അവൻ്റെ ദൈവസ്നേഹമെന്ന ഗർഭപാത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കുമോ എൻ്റെ ഓരോ മലിനമായ ചിന്തകളും പാപങ്ങളും എൻ്റെ നാഥനെ വല്ലാതെ ഉലയ്ക്കുന്നത്, ഒത്തിരി സങ്കടപ്പെടുത്തുന്നത്? അവിടെ എനിക്ക് അവൻ എൻ്റെ അപ്പനും അമ്മയുമാണ്. എന്നിലേക്ക് വരുന്ന ഓരോ ജീവശ്വാസവും എൻ്റെ ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും, അവൻ്റെ കരുതലിൽ നിന്നും, അവൻ്റെ തണലിൽ നിന്നും എങ്ങനെയാണ് നാം അകലെയായിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ പല സംഘർഷങ്ങളിലും, ബുദ്ധിമുട്ടുകളിലും, പ്രയാസങ്ങളിലും അവൻ അകലെയാണെന്ന് നമുക്ക് തോന്നിക്കാറുണ്ട്. പക്ഷേ അത് വെറുമൊരു തോന്നൽ മാത്രമല്ലേ? പരിശുദ്ധനായ ദൈവമേ, നിന്റെ ഗർഭപാത്രത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞായി എന്നെ തിരഞ്ഞെടുത്തതിനെ ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ഞാൻ നിറഞ്ഞു നിൽക്കുന്നത് നിന്റെ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കൃപയിലാണെന്നും അതിൻ്റെ മുഴുവൻ ശക്തിയോടുകൂടി, അതിൻ്റെ മുഴുവൻ സംവിധാനത്തോടു കൂടി മനസ്സിലാക്കുവാനും നിന്നെ സ്നേഹിക്കാനും ജീവിക്കുവാനുമുള്ള ഒരു പ്രത്യേക കൃപ കർത്താവേ, നീ എനിക്ക് നൽകണമേ. നീ ഞാൻ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ഏറെ അടുത്താണ്.